എൻ്റെ പേര് മുഹമ്മദ് അമീൻ എന്നാണ്. അതായത് ഞാൻ എൻ്റെ ഒരു അമുസ്ലിം സുഹൃത്തിനോട് ഞാൻ ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നീ പറയുന്ന പോലെ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് അദ്ദേഹത്തെ എനിക്ക് ശാരീരികമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പോട്ട പോലുള്ള സ്ഥലങ്ങളിൽ ഡിവൈൻ സെൻ്ററിലൊക്കെ പല രോഗങ്ങൾ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ തന്നെ അസുഖം മാറി കിട്ടുന്നു. ഇതൊക്കെ എന്താണ്? ഇതാ അള്ളാഹുവാണോ മാറ്റി കൊടുക്കുന്നത്? അതോ അവർ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹമാണ് മാറ്റി കൊടുക്കുന്നത്? ഇങ്ങനെ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാൻ പറ്റിയിട്ടുള്ള മറുപടി, ഒരസുഖം ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന് അസുഖം കൊടുക്കുന്നത് അള്ളാഹുവാണ്, ആ അസുഖം മാറ്റുന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തൊരു എല്ലാ അനുങ്ങളെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കണം. ഇങ്ങനെയുള്ള മറുപടി പറയാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ആ മറുപടി അവനെ പൂർണ്ണമായിട്ട് കൺവിൻസ് ചെയ്തിട്ടുമില്ല. ഇനി ചോദിച്ചാൽ ഞാൻ ഏത് രീതിയിലും മറുപടി പറയണം. സ്രഷ്ടാവായ തമ്പുരാനെ, അള്ളാഹുവിനെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന, എന്നാൽ അനുഭവജ്ഞാനം എന്ന് പറഞ്ഞ് ഉള്ള രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചെല്ലാം ഉദാഹരിച്ച് പറയുന്ന ഒരു സുഹൃത്തിന് എങ്ങനെയാണ് ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ സംശയം എന്ന് മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ഒന്നാമതായി സ്രഷ്ടാവായ തമ്പുരാനെ അനുഭവിച്ചിട്ടില്ല എന്നുള്ള വാദത്തെ നമ്മളെടുത്ത് സംസാരിക്കുക. ഒന്നാമതായി നമ്മൾക്ക് പറയേണ്ടത് അതാണ്. സ്രഷ്ടാവായ തമ്പുരാനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിലെ അവൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിക്കുന്ന ഒരാൾക്ക് സ്രഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ അനുഭവമായി തീരാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അയാൾ ഈ പറയുന്ന അയാളുടെ ചുണ്ടുകൾ, അയാൾ ഈ രോഗശാന്തി ശുശ്രൂഷ കാണുന്നു എന്ന് പറയുന്ന അയാളുടെ കണ്ണുകൾ, അയാളുടെ ശരീരം എന്നു വേണ്ട ചുറ്റുപാട് മുഴുവനും സ്രഷ്ടാവായ തമ്പുരാനെ കുറിച്ചുള്ള അറിവാണ്, അനുഭവമാണ്. ഇതാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ചെറിയ ഒരു കാര്യം, ഒരു സാധാരണ സംഭവിക്കുന്നതല്ലാത്തത് സംഭവിച്ചാൽ അത് അത്ഭുതമായി നമ്മൾ മനസ്സിലാക്കുന്നു, തീർച്ചയായും. അതേസമയം സ്ഥിരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനം മാത്രം എടുത്ത് പരിശോധിച്ചാൽ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് ഒരാൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അതൊരത്ഭുതമായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിസങ്കീർണമായ കണ്ണ് എന്ന ആ അവയവം, അതിൻ്റെ നിലനിൽപ്പ്, അത് എങ്ങനെയാണ് നമ്മൾ കാണുക എന്ന അനുഭവം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്രഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വം അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല. രോഗം വന്നാൽ പെട്ടെന്ന് രോഗം മാറുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ ആളുകൾ ഇതാകുന്നു. പക്ഷേ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് രോഗാണുക്കൾ ഉണ്ടായിട്ടും ഈ രോഗാണുക്കളാൽ നിബിഡമാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഭക്ഷണവും എല്ലാം എന്നുള്ള വസ്തുത നിലനിന്നിട്ടും ഈ രോഗാണുക്കളെ മുഴുവനും പ്രതിരോധിച്ച് നിലനിൽക്കാൻ മനുഷ്യ ശരീരത്തിന് കഴിയുന്നു എന്നുള്ള രൂപത്തിലുള്ള മനുഷ്യ ശരീരത്തിന്റെ നിലനിൽപ്പുണ്ടല്ലോ, ആ നിലനിൽപ്പിലുള്ള അത്ഭുതം അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. രോഗം എന്നുള്ളത് ഉണ്ടാകുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ അധികം ആ പ്രതിരോധത്തിനെതിരെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ആ പരാജയപ്പെടുമ്പോൾ പോലും പല രോഗങ്ങളും സിഗ്നലുകളാണ്. നമ്മുടെ തലച്ചോറിനുള്ള സിഗ്നൽ, നമ്മുടെ അനുഭവത്തിനുള്ള സിഗ്നൽ, നമ്മുടെ ശരീരത്തിനുള്ള സിഗ്നൽ. ഇതാണ് പലപ്പോഴും രോഗം എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ. മാരകമായ രോഗങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ രോഗം മാറുന്നു, ഒരാൾക്ക് മാറുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു അത്ഭുതത്തിലൂടെ, ഒരു രോഗ ധ്യാനത്തിലൂടെ മാറുന്നു എന്നത് വലിയൊരു സംഭവം ആയി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ സ്രഷ്ടാവായ തമ്പുരാൻ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ രോഗം മാറുക എന്ന കാര്യം അത് രോഗമുണ്ടായിട്ടാണ്. നമ്മൾക്കെല്ലാം രോഗം ഉണ്ടാകാതിരിക്കുവാൻ ഈ ചുറ്റുപാടുമുള്ള സകല രോഗികളെയും രോഗം ഗ്രസിക്കുമ്പോൾ, ആ രോഗം ഗ്രസിക്കുമ്പോൾ അവരിൽ എന്തൊരു രോഗാണുവാണോ പ്രവർത്തിക്കുന്നത്, ആ രോഗാണുക്കൾ നമ്മുടെ ചുറ്റുപാട് നിബിഡമായി നിലനിന്നിട്ടും നമുക്ക് രോഗമുണ്ടാകാതിരിക്കുന്നത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളുടെ അജയ്യത കൊണ്ടാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഒരല്പം പഠിക്കാൻ തയ്യാറായാൽ ഇതിനെ പിന്നുള്ളൊരു മഹാചൈതന്യത്തെ നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെയാണ് സ്രഷ്ടാവായ തമ്പുരാനെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഖുർആൻ ചോദിക്കുന്നു, ഒട്ടകത്തെ അവർ കണ്ടില്ലേ? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു?
അവർ ഉപരിലോകത്തേക്ക് നോക്കിയില്ലേ, അതെങ്ങനെ ഉയർത്തപ്പെട്ടു? അവർ ഭൂമിയിലേക്ക് നോക്കിയില്ലേ, അതെങ്ങനെ വിധാനിക്കപ്പെട്ടു? അവർ പർവ്വതങ്ങളിലേക്ക് നോക്കിയില്ലേ, അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടു? ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളും അതിൻ്റെ നിലനിൽപ്പാണ് മഹാത്ഭുതം. അതാണ്. ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഭൂമി എന്നുള്ളൊരു ഗ്രഹം. ഇപ്പൊ ഭൂമിക്കടുത്ത് ഒരു ഗ്രഹത്തിൽ ജീവൻ കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഭൂമി എന്നുള്ള ഗ്രഹം, ആ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായ 14 തരം സവിശേഷതകൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭൂമിക്കുണ്ട് എന്നാണ് പുതിയ സിദ്ധാന്തങ്ങൾ പറയുന്നത്. അഥവാ ഭൂമിയിൽ പ്രപഞ്ചത്തിലെ ഒരുപാട് നക്ഷത്രക്കൂട്ടങ്ങൾ, ആ നക്ഷത്രക്കൂട്ടങ്ങളിൽ ചില സവിശേഷതകൾ നമ്മുടെ നക്ഷത്രക്കൂട്ടമായ മിൽക്കി വേക്കുണ്ട്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേക്ക് ബാക്കിയുള്ള എല്ലാ ഗാലക്സികളിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളുണ്ട്. ആ മിൽക്കി വേക്കകത്ത് 10,000 കോടി നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളിൽ ബാക്കി ഒന്നിനുമില്ലാത്ത ചില സവിശേഷതകൾ നമ്മുടെ നക്ഷത്രമായ സൂര്യനുണ്ട്. ഈ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളിൽ വേറെ ഒന്നിനുമില്ലാത്ത ചില സവിശേഷതകൾ നമ്മുടെ ഭൂമിക്കുണ്ട്. ഇങ്ങനെ ഓരോന്നും വെവ്വേറെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് ആ ഭൂമി എന്ന ഒരു പ്രത്യേക ഗ്രഹത്തിൽ മാത്രം ജീവൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആണ് അതിൻ്റെ അത്ഭുതം നമുക്ക് ബോധ്യപ്പെടുക. അതിനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കേവല വൈകാരികതകൾക്കപ്പുറം ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി, ചിന്തയെ ഉപയോഗിക്കാൻ വേണ്ടി, ചിന്തയിലൂടെയാണ് ദൈവാനുഭവം ഉണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. അതല്ലാതെ കേവല വൈകാരികതകളിലൂടെയല്ല. വൈകാരികതകളിലൂടെ ഉണ്ടാകുന്ന ദൈവാനുഭവം, നിങ്ങളോട് സംസാരിച്ചത് ആരാണെങ്കിലും അവർ പിശാചിനെ കുറിച്ചും ആലോചിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ഇത് പൈശാചിക അനുഭവമാണോ അതല്ല ദൈവാനുഭവമാണോ എന്ന് എങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും? തീർച്ചയായും ഏത് കൂട്ടരും ഇതേപോലെ ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ, ആ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത്ഭുതങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകൾ, അവര് പിശാചിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിനെതിരെയുള്ള ഒരു ദുർമൂർത്തിയെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. അവനും അനുഭവങ്ങൾ നൽകുമെന്നും അവനും രോഗശാന്തി നൽകുമെന്നും അവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും എല്ലാം മനസ്സിലാക്കുന്നവരാണ്. നമുക്ക് അവരോട് ചോദിക്കുക, ഈ പറയുന്നത് ദൈവാനുഭവമാണോ അതല്ല പൈശാചിക അനുഭവമാണോ എന്നെങ്ങനെ മനസ്സിലാകും? അതേസമയം സൃഷ്ടികർത്താവായ തമ്പുരാന്റെ സൃഷ്ടിവൈഭവത്തിന്റെ അനുഭവങ്ങൾ എന്നുള്ളത് ഓരോ ചെറിയ സൃഷ്ടിയിലും, ഒരു പിശാചിന്റെ ഒരു സൃഷ്ടിയും ലോകത്തില്ല, അനുഭവങ്ങൾ സൃഷ്ടിക്കുവാൻ പിശാചിന് കഴിയും. അതേസമയം ഈ സൃഷ്ടികളിലെല്ലാം ഓരോന്നിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ, വേണ്ട അത്ര സൂക്ഷ്മമായിട്ടൊന്നും പരിശോധിക്കണ്ട, അപ്പൊ തന്നെ സൃഷ്ടാവായ തമ്പുരാനെ കണ്ടെത്താൻ കഴിയും. ഇനിയുള്ള പ്രശ്നം ഈ അത്ഭുതങ്ങളുടെ കാര്യമാണ്. ഈ ലക്കം കേരള ശബ്ദത്തിൽ, പുതിയതായി പുറത്തിറങ്ങിയ കേരള ശബ്ദത്തിൽ ഒരു കത്തോലിക്ക പുരോഹിതൻ തന്നെ വളരെ പച്ചയായി ഇതേപോലെയുള്ള പോട്ടയുടെ അത്ഭുതമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പോട്ടയിലെ അത്ഭുതങ്ങളെല്ലാം കേവലം മനഃശാസ്ത്രപരമായ തട്ടിപ്പുകൾ മാത്രമാണെന്നും അവിടെ രോഗശാന്തി എത്രത്തോളം ആളുകൾക്കുണ്ടാകുന്നുവോ അതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് രോഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ഇത് വെറുതെ ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഫാദർ ജിയോ തോട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഈ ലക്കം കേരള ശബ്ദം വാരികയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനാണ്. ഒരു മനഃശാസ്ത്രജ്ഞന് മനസ്സിലാകാൻ കഴിയുന്നതാണ് ഗ്രൂപ്പ് ഹിപ്നോസിസിലൂടെ നടക്കുന്ന ചില രോഗശാന്തി എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ. അത് ചില തലത്തിൽ ചിലർക്ക് രോഗശാന്തി നൽകും. തീർച്ചയായും മനോജന്യമാണ്, മാനസികമാണ് പല രോഗങ്ങളും എന്നുള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് രോഗശാന്തി നൽകുമെങ്കിൽ മറ്റു ചിലർക്ക് രോഗമാണ് നൽകുക, മാനസിക രോഗങ്ങളാണ് നൽകുക എന്നാണ് അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കേവലാനുഭവങ്ങൾക്കപ്പുറത്ത് ബുദ്ധിയെ, ചിന്താശക്തിയെ പ്രവർത്തനക്ഷമമാക്കുവാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ അനുഭവങ്ങൾ, കേവലമായ അനുഭവങ്ങൾ, അത് സാക്ഷ്യമാക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുകയും വേണം. തിരിച്ചു ചോദിക്കണം. സുഹൃത്ത് ഉദ്ധരിച്ച കാര്യങ്ങളിൽ നിന്ന് ക്രൈസ്തവ സുഹൃത്താണ് പറഞ്ഞത് എന്ന് തോന്നുന്നു എങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക, യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറയുന്നത്, അന്നാളിൽ ഒരുപാട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കും. കള്ളന്മാരെന്നാണ് പറഞ്ഞത് അദ്ദേഹം. അദ്ദേഹം വീണ്ടും പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ, പരലോകത്ത് വെച്ച് അന്നാളിൽ പലരും വന്നുകൊണ്ട് എന്നോട് പറയും,
യേശുവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടുത്തിയല്ലോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവല്ലോ. അപ്പോൾ ഞാൻ പറയും, പിശാചുക്കളെ എന്നിൽ നിന്ന് അകന്നു പോകൂ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹം പറയുന്നതാണ്. എന്തുകൊണ്ട്? കേവലമായ അത്ഭുതങ്ങൾക്കപ്പുറത്ത് ചിന്താശക്തിയെ പ്രവർത്തനക്ഷമമാക്കുവാനാണ് പ്രവാചകന്മാർ പരിശ്രമിക്കുകയും അതനുസരിച്ച് പ്രമാണങ്ങളിലേക്കാണ് അവർ ക്ഷണിച്ചത്, അല്ലാതെ മനുഷ്യരെ വൈകാരികതകളിലേക്കോ അല്ലെങ്കിൽ കേവലാത്ഭുതങ്ങളിലേക്കോ അല്ല. അവരുടെ കാലഘട്ടത്തിൽ അവർ കാണിച്ച അത്ഭുതങ്ങൾ അവർ പ്രവാചകന്മാരാണ് എന്നതിനുള്ള തെറ്റുപറ്റാത്ത തെളിവുകളായിരുന്നു. അത് വെല്ലുവിളിക്കാൻ കഴിയാത്ത തെളിവുകളായിരുന്നു. ഇവർ ഒരു അത്ഭുത രോഗശാന്തി ശുശ്രൂഷക്കാരനും ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് ഞാൻ പറയാമെന്ന് വിചാരിക്കുക, എൻ്റെ ഇന്ന അസുഖം അത് മാറ്റിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു രോഗശാന്തി ശുശ്രൂഷക്കാരനും സാധ്യമല്ല. മറിച്ച് അവരോട് മാനസികമായി അടിമപ്പെടുന്ന ആളുകളുടെ മനോജന്യമായ ചില രോഗങ്ങൾ മാറ്റാൻ കഴിയും, അത്ര തന്നെ രോഗങ്ങൾ ഉണ്ടാക്കാനും കഴിയും എന്നാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ പോലും പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഇസ്ലാമിന് ദൈവാനുഭവം എന്ന് പറയുമ്പോൾ കേവലമായ ആന്തരികാനുഭവത്തിനപ്പുറത്ത് ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കി കൃത്യമായ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദിവ്യമായ അനുഭവം, പരിശോധനക്ഷമമായ അനുഭവമാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത്. അതല്ലാതെ പരിശോധനാക്ഷമമല്ലാത്ത ഓരോരുത്തർക്കും ആന്തരികമായി ഉണ്ടാകുന്നു എന്ന് പറയുന്ന അനുഭവത്തെയല്ല എന്നാണ് നാം പറഞ്ഞ് ബോധ്യപ്പെടുന്നത്.